Today's headlines brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്. ഒരു കാലത്ത് കേരളത്തിന്റെ നാട്ടുമ്പുറങ്ങളിലുള്ള പെട്ടിക്കടകളിലെ അഭിവാജ്യ ഘടകമായിരുന്നു വട്ടുസോഡ. പട്ടണത്തിൽ നിന്നും കടൽ കടന്നെത്തിയ കൊക്കക്കോളയും പിന്നെ പെപ്സിയും സെവനപ്പും വിപണി കീഴടക്കും മുമ്പ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളീയരുടെ പ്രിയപ്പെട്ട ദാഹശമനിയായിരുന്നു വട്ടുസോഡ. വട്ടുസോഡ പഴയ തലമുറയ്ക്ക് പരിചിതമാണ്. നല്ല കട്ടിയുള്ള വെള്ള പച്ച നിറത്തിലുള്ള കുപ്പിക്കുള്ളിലെ വട്ടും അതമർത്തുമ്പോൾ പൊട്ടുന്ന പൊട്ടലും അവർക്കങ്ങനെ മറക്കാൻ പറ്റില്ല. ആലുവായിലെ AV കമ്മത്ത് കമ്പനിയിൽ നിന്നാണ് സോഡാ കുപ്പിയിൽ നിറയ്ക്കാനുള്ള കാർബൺ ഡയോക്സൈഡ് പാലായിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം എത്തിയിരുന്നത്. കഴിഞ്ഞ 18 വർഷമായി വട്ടുസോഡ അങ്ങനെ കാണാനില്ല. ഗ്യാസിന്റെ വിതരണവും നിലച്ചു. എന്നാൽ പാലാ മൂഴിയിൽ പാപ്പച്ചായൻ അത് പുതുതലമുറയ്ക്കായി പുതുമയാർന്ന രീതിയിൽ പഴമ വിടാതെ തയ്യാറാക്കി നൽകുന്നു. തന്റെ പഴയ സോഡാ മെഷീനിൽ ഒരേ സമയം 3 കുപ്പി വയ്ക്കാം. വെള്ളം നിറച്ച ശേഷം സിലിണ്ടറിന്റെ നോസിലും കുപ്പിയുടെ മുകൾ ഭാഗവും നേർദിശയിലാക്കുന്നു. തുടർന്ന് മെഷീന്റെ അടപ്പടച്ച ശേഷം കുപ്പിയും ഗ്യാസ് നോസിലും തമ്മിൽ അടിയിൽ നിന്ന് നല്ലവണ്ണം മുറുക്കുന്നു. സിലിണ്ടറിന്റെ റെഗുലേറ്റർ വാൽവ് തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കുപ്പിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും ഉള്ളിലെ വട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി ഗ്യാസ് പുറത്തു പോകാതെ വണ്ണം അടയുകയും ചെയ്യുന്നു. ഇപ്പോൾ വട്ട് സോഡ റെഡി. പുതുതലമുറയ്ക്ക് ഇത് പുതുമയാണ്. ഇഞ്ചി ജ്യൂസിൽ തയ്യാറാക്കുന്ന സോഡ കുടിക്കാൻ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു. പച്ചക്കുപ്പിയുടെ അറ്റത്ത് കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ ബലത്തിൽ പിടിച്ചു മുറുക്കി നിർത്തിയിരിക്കുന്ന നീലവട്ട് അല്ലെങ്കിൽ ഗോലി ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി കുപ്പിയുടെ തൊണ്ടയിലേക്കിടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനൊരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ഗോലിയെ കുപ്പിയിലേക്ക് തള്ളിവിടുന്ന വിരൽ പുറത്തേക്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് വട്ട് സോഡയുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. പടക്കം പൊട്ടുന്ന ശബ്ദത്തോടെ സോഡാക്കുപ്പി തുറക്കുന്നത് തന്നെ ഒരു കലയായാണ് എല്ലാവരും കണ്ടിരുന്നത്. പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ ശീതള പാനീയ പ്രിയരെ ആകർഷിച്ച് കുതിക്കുന്ന ഗോലി സോഡയുടെ മാഹാത്മ്യം അമേരിക്കയിൽ എത്തിച്ചിരിക്കുന്നത് ലുലുവിന്റെ സാരഥി യൂസഫ് അലിയാണ്. പുതിയ തലമുറയ്ക്ക് വട്ട് സോഡ എന്താണെന്നറിയില്ല. ഇത് കുടിച്ച് ശീലിച്ചവരുടെ ഓർമ്മയിൽ മാത്രമുണ്ട്. ആഗോള വിപണികളിൽ ഈ ഉൽപ്പന്നം ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും USA, UK, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പരീക്ഷണ കയറ്റുമതി വിജയം കണ്ടെത്തിയതായി അതോറിറ്റി വക്താക്കൾ വ്യക്തമാക്കുന്നു. ഈ പ്രത്യേക വാർത്ത ഈ മലയാളിക്ക് വേണ്ടി തയ്യാറാക്കിയത് AS ശ്രീകുമാറാണ്.